Never mind, that is my brother. So, welcome back to my YouTube channel again. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പാക്ക് ചെയ്യാൻ പോവാണ്. ആക്ച്വലി എക്സാം കഴിഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കിന്ന് കോൺവെക്കേഷൻ സെറമണിയാണ്. സോ ഐ തോട്ട് അതൊരു വ്ളോഗ് ആക്കിയാൽ രസമായിരിക്കും. കാരണം സ്പെഷ്യൽ ഡേ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ആൻഡ് ഐ എം വെയറിങ് ടുഡേ മൈ മോംസ് സാരി, മൈ മോംസ് വെഡ്ഡിങ് സാരി. സോ ദിസ് ഈസ് മൈ മോംസ് വെഡ്ഡിങ് സാരി. ആക്ച്വലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു, പക്ഷേ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. എനിക്ക് അതിലുള്ള സാധനങ്ങൾ കാണിച്ചുതരാം. സാരി ഇതിനേക്കാളും നല്ലൊരു ഒക്കേഷൻ എൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺവെക്കേഷൻ എടുത്തത്. പൊതുവെ എല്ലാവരും കല്യാണത്തിനടുത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എൻ്റെ കല്യാണം എനിക്ക് തോന്നുന്നില്ല. സോ ഐ തോട്ട് എൻ്റെ കരിയർ ബിഗിൻ ചെയ്യുന്നതും ഞാനിപ്പോൾ ജോബിനെല്ലാം കയറുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കോൺവെക്കേഷൻ, ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ലാസ്റ്റ് ആൾ കഴിഞ്ഞിട്ടാണല്ലോ. സോ ഐ തോട്ട് ഇന്ന് എടുക്കാമെന്ന്. കുറച്ച് ഓൾഡ് ഫാഷനാണ്, പക്ഷേ കൊള്ളാം. ബ്ലൗസ് എൻ്റെ കേട്ടോ. അമ്മയുടെ അന്നത്തെ കാലത്തെ ബ്ലൗസ് എനിക്ക് പാകാവുന്നില്ല. അമ്മ അന്ന് എന്നെക്കാളും മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തടിച്ചു പോയില്ലമ്മ. ഇതാണല്ല അമ്മ സാരി ഉടുപ്പിച്ച് തരിക. ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിൽ ആക്ച്വലി എനിക്ക് കോൺവെക്കേഷൻ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ പി ജിയിൽ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞ് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു എൻ്റെ കോൺവെക്കേഷന് ഞാൻ അമ്മയുടെ കല്യാണ സാരി എടുക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും എന്നെക്കാളും ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. ഈ ഒരു സർപ്രൈസ് അമ്മ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഞെട്ടിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ അതിലൊരു ത്രില്ല്. എങ്ങനെ എനിക്കിതാണ് ഇഷ്ടം. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ ഇത്ര കുശാലായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. എന്താ പറയാ, മൈ ബെസ്റ്റ് ഫ്രണ്ട് തങ്ക ബുൾസൈ കഴിക്കുന്നേ നൈസല്ലേ. സോ ദിസ് ഈസ് മൈ മോംസ് വെഡിങ് സാരി. എൻ്റെ അച്ഛൻ. ഞങ്ങൾക്ക് എന്താ തോന്നണോ ഇപ്പോൾ? ഞങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നു? അതാണ് തോന്നുന്നത്. അത് മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾ കുട്ടിയെന്നുള്ള കാര്യം വേറെ എന്തെങ്കിലും പറയും. അയ്യോ നല്ല രസമുണ്ട്. ആക്ച്വലി ആയിട്ട് ഉടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറൊക്കെയാണ്. സോ 9:15 പോകണം. ഇപ്പോൾ 9 മണിയായി. എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പോകണം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇത്രയും ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടൊന്നും ഞാൻ ഇതുവരെ എൻ്റെ കോളേജിൽ പോയിട്ടില്ല. ഇതിപ്പോൾ കോൺവെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒട്ടും നെർവസ് അല്ലാത്ത ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ കോളേജിൽ പോകും. അനുഷനെ കണ്ടോളൂ എല്ലാവരും. സുന്ദരിയല്ലേ, സെക്സി ആയിട്ടുണ്ട്. ആൻഡ് അത് അവളുടെ സിസ്റ്റർ. ഞാൻ കുറച്ച് ട്രഡീഷണൽ ആയിപ്പോൾ. ഞങ്ങൾ കോളേജിലേക്ക് പോവാണ്. കണ്ടോ, ഹാറ്റ് ക്യാപ്പ് എല്ലാം ഉണ്ട്. എൻ്റെ റൂമിൽ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരെ കോളേജിലേക്കുള്ളൂ. പിന്നെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് ആകെ മലയാളി, ബാക്കി എല്ലാവരും നോൺ മലയാളീസാണ്. അതുകൊണ്ട് തന്നെ വേരിയസ് കൾച്ചേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ചാൻസസ് എനിക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു ഈ 2 കൊല്ലം. ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാണിച്ചു തരാം. ഞാൻ മേഘ, എൻ്റെ ബാല്യകാല സഖി, PG സഖി, പൊന്നു സഖി. മേഘ വന്നിട്ട് ഞങ്ങൾ ഒരു PGയിൽ ഒരുമിച്ച് താമസിച്ച ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള പരിചയമായിരുന്നു. അവളെപ്പോലെ അങ്ങനെ കുറേ അവിടെ ഇവിടെ ആയിട്ട് ഒരു പരിചയങ്ങൾ എനിക്കുണ്ട്. പറ്റുകയാണെങ്കിൽ ആരെയും കാണിച്ചു തരണം. മേഘ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അവൾ MCOM ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം ഡേ ആണ് കോൺവെക്കേഷൻ. അവൾ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ഭയങ്കര ഫണ്ണി, ഭയങ്കര ചില്ലായുള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് തന്നെ കണക്റ്റഡായി. ഞങ്ങൾ ഇപ്പോഴും ഞാൻ PGക്ക് മാറി റൂമെടുത്ത് മാറിയെങ്കിലും ചില കണക്ഷൻസ് നമ്മൾ അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ ഒരു ഡിഫറെൻറ്റ് കണക്ഷനാണ് മേഘനായിട്ടിട്ട്. ഈ ഒരു ആചാരം ബാക്കി കോളേജിലുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആചാരത്തിലുണ്ട്. പ്രൊസഷൻ നമ്മൾ ഗ്രാജുവേറ്റ് ആയുള്ള പിള്ളേർ കോളേജ് മൊത്തം കറക്കിപ്പിക്കും. അതിൽ മുന്നിൽ തന്നെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഷൈയായിരുന്നു. എൻ്റെ ഒരു അറിവിൽ ഈ ഗ്രാജുവേറ്റ് ആയുള്ള പിള്ളേരെ ആദരിക്കാനും അനുമോദിക്കാനും ഏതോ ഒരു സാധനം, അത് രണ്ടുമാണോ? ഓക്കെ, അതിലേതിനൊന്നിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോളേജ് മൊത്തം നടത്തിക്കണേ, ചെണ്ടയും PPA കൊട്ടിയിട്ട്. പക്ഷെ ഭയങ്കര രസമാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. പിള്ളേരെല്ലാം നമ്മളിങ്ങനെ നോക്കും, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നമ്മളിങ്ങനെ മെയിനായിട്ട് നടക്കും. കണ്ടോ, ആചാര്യയിലെ 19th പോസ്റ്റ് ഗ്രാജുവേറ്റിംഗ് ബാച്ചാണ് ഞങ്ങൾ. പ്രൊസഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോവുക. അവിടെ വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും ആക്ച്വലി ഗ്രാജുവേഷൻ സെറമണി നടക്കാറുള്ളത്. നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലീസ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. അങ്ങനെ പരേഡ് കഴിഞ്ഞു. പരേഡിൽ ഏറ്റവും ഫ്രണ്ടിൽ ഞാനായിരുന്നു. എൻ്റെ പൊന്നെ, എനിക്കിങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര നാണം വന്നു.
ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരു 3-4-5 മണിക്കൂർ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ ഇരിക്കണം. കുറേ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ, സ്പീച്ചും പ്രസിഡൻഷ്യൽ അഡ്രസ്, അങ്ങനെ കുറേ. സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ്, എനിക്കിഷ്ടമല്ല. കോളേജിനെ പറ്റി പൊക്കി പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കൾച്ചർ പ്രോഗ്രാംസ് ആ രസം. അതെല്ലാം അടിപൊളിയാട്ടോ, നൈസാ. അപ്പോഴേക്കിനും എൻ്റെ അച്ഛനും അമ്മയും താത്തനും തങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ എൻ്റെ അമ്മ എത്ര ഹാപ്പിയാണ്. What they said about the feather. They asked us to come from the outside, and soon after we get our certification, we have to turn this. ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യണം. നമ്മൾ ഗ്രാജുവേറ്റ് ആയെന്നുള്ള ഒരു സാധനം വരുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് അത്രേ. അങ്ങനെ അത്യാവശ്യം നല്ല ബോറടി കിട്ടിയിട്ടാണ് ഈ സ്വീറ്റസ്റ്റ് മൊമെൻ്റ് ഉണ്ടായത്. ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളുടെ മാത്രം ഹാർഡ് വർക്ക് എഫേർട്ട് ആയിരിക്കില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ അത്രയും ക്ലോസ് ആയുള്ള നമ്മുടെ പാരൻസ്, നമ്മുടെ ഫ്രണ്ട്സിന് അവരുടെ കൂടെ സക്സസ്സും ഹാർഡ് വർക്കും എഫേർട്ടെല്ലാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പാരൻസിൻ്റെ കൂടി അവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡായിരുന്നു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അനുഷയമ്മയും ഭയങ്കര സംസാരം. അവരെന്തതിന് മാത്രം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് അനുഷ വന്നിട്ട് ഹൈദരാബാദിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പേരുടെ പേരൻസ് തമ്മിൽ സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭാഷ എന്നല്ലെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റായി. ഫാമിലി ആണെങ്കിലും ഞങ്ങളാണെങ്കിലും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും നടുവിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവൾ തെലുഗു പറഞ്ഞു, ഞാൻ അവളുടെ പാരൻസിനോട് തെലുഗുവിൽ സംസാരിക്കും, ഞാൻ മലയാളം പറയും, അത് അവൾ എൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിക്കും. ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര ക്യൂട്ടായുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. ആക്ച്വലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു, പക്ഷേ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര വിശപ്പിലായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് കാണിച്ചു, അതിൻ്റെ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം. തങ്കു, ഹൗ ഡു യു ഫീൽ? ഞാൻ ഗ്രാജുവേറ്റ് ആയി. മുത്തു, ബിലവ്ഡ് മുത്തു. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം. വേറൊരു ഗ്രാജുവേഷനും ഇങ്ങനെ ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ വേറൊരു ഗ്രാജുവേഷന് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചില ശ്രീവിദ്യ എന്ന് പേര് വിളിച്ചപ്പോൾ കൈ അറിയാതെ കോരിത്തിരിച്ചു, അത്ര ഉഗ്രനായിരുന്നു. എന്താ ഇതുകൊണ്ട് ഞാനിങ്ങനെ ഏതൊരു പോയിന്റിൽ വിചാരിച്ചു എനിക്കും ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ. നമുക്ക് വേറെ വ്ളോഗിന് വേണ്ടി എടുത്താൽ മതിയോ? ഇതൊക്കെ ഒറ്റ ഇതിൽ തീർക്കാനുള്ളതാ. ഇനി കുറച്ച് പട്ടി ഷോ ആവാം, അതല്ലേ അതിൻ്റെ ഒരു ഇത് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ പുറത്തൊരു വലിയ കഥയുണ്ട്. ഞാൻ ആക്ച്വലി സവാന എന്ന ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് വന്നത് അട്ടർ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഇവിടുത്തെ മോളിൽ പോയിട്ട് ലൈഫ് സ്റ്റൈലിൽ നിന്ന് കണ്ടെത്തിയൊരു ഡ്രസ്സാണ്. അത്രയും അത് ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാണ് ഇത്. അപ്പോൾ കുറച്ചൊക്കെ കുന്തളിപ്പാവാം. ഈ 2 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, അതിജീവനം അഥവാ സർവൈവൽ എന്ന്. കാരണം +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, ഡിഗ്രി പഠിക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറത്തും പുറത്ത് പോയി ചെയ്യും, ഇനിയിപ്പോൾ PG ആണെങ്കിൽ കേരളം തന്നെ വിടുന്നു. വേറൊന്നുമല്ല, അന്നേ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ലൈഫിൽ ഓരോ സ്റ്റേജസിലും നമ്മൾ കുറച്ചുകൂടെ വലിയ എക്സ്പോഷറിലേക്ക് നമ്മൾ മാറണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ചേഞ്ചസും നമ്മുടെ ലൈഫിൽ വരും. നമ്മളൊന്നും കൂടെ ഭയങ്കര അപ്ഗ്രേഡ് ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ നേരെ കേരളം വിട്ട് ബാംഗ്ലൂർക്ക് വന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല. എനിക്ക് പല സമയത്തും തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പല കാര്യങ്ങളിലും. ഈവൻ എൻ്റെ ക്ലാസ്സിൽ ഞാനായിരുന്നു ആകെയുള്ളൊരു മലയാളി. അപ്പോൾ ലാംഗ്വേജിനും ഭയങ്കര പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പതിയെ എനിക്കതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു. അല്ലാതെ വേറെ വഴിയില്ല. പെട്ടു എന്നല്ല, എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിത് ഫേസ് ചെയ്യാന്നല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒന്നുമില്ല. വന്നതിനേക്കാളും അടിപൊളിയായിട്ട് മോഡിഫൈ ആയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണത്. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു അഭിമാനവും എല്ലാം എനിക്കുണ്ട്. അതെല്ലാമാണ് ഇന്ന് എന്നെ ഇത്രയും ഹാപ്പി ആക്കി നിർത്തുന്നതും.
വെക്കേഷൻ കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. റിയലിസ്റ്റിക് ആയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അവസാനം എത്തിയപ്പോൾ ഭംഗി ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ഹീൽസ് എടുത്ത് കൈ പിടിച്ചു. ഈ റീൽസിലെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ബോയ് ഫ്രണ്ട്സൊക്കെ വന്ന് ഇങ്ങനെ ഷൂ ഒക്കെ പിടിക്കുന്നു, ഹീൽസൊക്കെ. നമുക്ക് ആരില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് ഞാൻ റൂമിലേക്ക് പോവാണ്. ആക്ച്വലി ഒരു അത്യാവശ്യം ലെങ്തി വ്ളോഗ് എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവിടേക്ക് കുറേ ബിസി ആയിട്ട് പറ്റിയില്ല. പക്ഷെ ഞാൻ ഉള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം ഇട്ടുതരാം. ഓക്കെ അമ്മ, ഞാൻ നിങ്ങളെ സാരി എടുത്തപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? കോൺവെക്കേഷന് സന്തോഷം. അമ്മ പറയാം എനിക്കുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായത്. എന്താ അമ്മ അങ്ങനെ പറയാൻ കാരണം? അച്ഛനും അമ്മയും എല്ലാവരും പോയി. ആക്ച്വലി എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ആ ഒരു പെട്ടെന്ന് പോയ സംഭവം. നാളെ പോവാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ പെട്ടെന്ന് പോയി. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് റൂമിൽ. അപ്പോൾ എന്താ പറയുക, ഐ ഫീൽ സോ ഹാപ്പി ടുഡേ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സ്പെഷ്യലായുള്ള സാധനം എൻ്റെ അമ്മയുടെ കല്യാണ സാരി വെയർ ചെയ്യാനുള്ളതായിരുന്നു. അതിന് ഇത്രയും റൈറ്റ് ആയുള്ളൊരു ഡേ ഇൻ ലൈഫിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് ഐ സൈഡ്, കല്യാണമല്ല ലൈഫിൽ അൾട്ടിമേറ്റ് സാധനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും അമ്മയും. അതുകൊണ്ട് തന്നെ അമ്മയുടെ കല്യാണ സാരി എന്താ പറയുക, എൻ്റെ ഇത്രയും സക്സസ് ആയുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു പുതിയൊരു വഴിത്തിരിയിലേക്ക് പോകുന്ന ഈ സമയത്ത് എടുക്കുമല്ലോ ഭയങ്കര സന്തോഷമുണ്ട്. അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് എൻ്റെ മൊമെൻറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുകയാണെങ്കിൽ. ദെൻ 2 വർഷത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ സർവൈവ് എന്നുള്ള ഒരു സാധനം നമുക്ക് ആലോചിക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ആൻഡ് അച്ഛനും അമ്മേനെയും അവരെയും പ്രൗഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട്, ഒരു സമാധാനമൊക്കെ ഉണ്ട്. അൾട്ടിമേറ്റ്ലി സമാധാനം, ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ് ഫോർ ദിസ്. ആൻഡ് സോ ഇന്ന് അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സംസാരിച്ചാൽ പിന്നെ സെൻറ്റിമെൻ്റലായിട്ട് നമുക്ക് കരയൊക്കെ വരും. അങ്ങനൊന്നും വേണ്ട, നമുക്ക് കരയാൻ പറ്റില്ല. നമ്മൾ സന്തോഷമായിട്ട് വ്ളോഗ് അവസാനിപ്പിക്കണം. സോ until next time, see you, bye. Thank you for watching. Tata. ഞാൻ എടുത്ത വീഡിയോസൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലും കൂട്ടി കേട്ടാട്ടോ, കാരണം ഞാൻ മറന്നുപോയി. ഞാൻ അതായത് വ്ളോഗ് എടുക്കാന്നുള്ള സാധനം ഉണ്ടെങ്കിലും ഞാൻ കോൺഷ്യസ് അല്ല. എനിക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യണമെന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പലതും ഇല്ല. പക്ഷെ ഞാൻ ഐ വിൽ മേക്ക് എ വീഡിയോ ഔട്ട് ഓഫ് ദ ഫുട്ടേജസ് വിച്ച് ഐ ഹാവ്. സോ ഫസ്റ്റ് ഐ എം ഗോണ മേക്ക്. സോ what would I say? Yeah, bye. അയ്യോ, ഒരു സാധനത്തും കൂടി പാർസൽ ചെയ്യാനുണ്ട് കേരളത്തിലേക്ക്. ഇതിന് തങ്കും പോവാണ് ആക്ച്വലി. പുള്ളിക്കും വേറെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്.